ഇത് ആന കുത്തിയതാ ഈ തെങ്ങയില്? തെങ്ങയില് അത് ആന കുത്തിയത്. ഇതെല്ലാം പറഞ്ഞ് കാപ്പിയൊക്കെ ഇടിച്ച് പറിച്ച് പോകുന്നുണ്ട്. ഇതിന്റെ മുന്നത്തെ വർഷം 1 ലക്ഷം രൂപയ്ക്കാണ് ഇത് പാട്ടം കൊടുത്തത്. കഴിഞ്ഞ വർഷം അവസാനം കൊടുത്തത് വെറും 50,000 രൂപയ്ക്കാണ്. 50,000 പകുതി പൈസക്ക്. അതെ. ഈ വർഷം അവർ ചോദിക്കുന്നത്, അവരിപ്പം കഴിഞ്ഞിടയ്ക്ക് വന്നിട്ട് കഴിഞ്ഞ വർഷത്തെ കേടും എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇപ്പൊ ആന ചവിട്ടി കണ്ടു കഴിഞ്ഞ് അത് പറഞ്ഞ് ഒരു 20,000 രൂപ തരാം. പിന്നെ അങ്ങേ വശം തീർന്ന അങ്ങേ വശത്ത് ഈ വർഷം പോകാനില്ലായിരുന്നു. ആ സൈഡ് തീർന്ന പൊട്ടിച്ചതിന്റെ ഉള്ളിലെ ചോറ് തിന്നുമല്ലേ? ചോറൊന്നും കിട്ടലില്ല. ഇതൊക്കെ ഒരു കലിക്ക് ഈ പടക്കമൊക്കെ പിടിക്കുമ്പോ കുറച്ചു നേരം പിടിക്കാൻ പറയുമ്പോൾ പടക്കം അതിന്റെ ശേഷം എന്തെങ്കിലും കിട്ടുമെന്ന് പറയാൻ വേണ്ടി ചവിട്ടി പൊളിക്കുന്നു. ഇത് അത് മുള്ളമ്പന്നി, ഇത് മലയണ്ണാൻ, കുരങ്ങ് വന്ന് ഇതിന്റെ തല ഇങ്ങനെ ഒടിക്കും. വെറുതെ വട്ടം ഒടിച്ചിട്ട് ചീന്തി കളയും രണ്ടായിട്ട്. ഇവിടെ കളയും. ഈ കുറ്റി കാപ്പികളെല്ലാം അങ്ങനെ ഇത് കണ്ടോ? കാപ്പിയെല്ലാം ഇതിലെ നടന്ന് ഒടിച്ചോ. ഇതെല്ലാം നടന്നിട്ട് നടക്കുന്ന വഴിക്ക് കളയുന്നതെല്ലാം. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറയ്ക്കടുത്തുള്ള കാപ്പിക്കളം എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. കഴിഞ്ഞ ഒരു 5-6 മാസം മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു. ഇവിടുത്തെ കാട്ടാനശല്യം പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ബാണാസുര സാഗറിനോട് ചേർന്ന് കിടക്കുന്ന, ഡാമിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. നിരന്തരമായിട്ട് കാട്ടാനശല്യമുള്ള ഒരു പ്രദേശം കൂടിയാണിത്. ഏതായാലും ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാട്ടാനകൾ ഇറങ്ങി നിരവധി കൃഷികളാണ് കളയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഏതായാലും ഉള്ളത് ഒരു സത്യൻ എന്ന് പറയുന്ന ഒരാളുടെ പറമ്പ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പറമ്പിൽ എന്തൊക്കെ നാശനഷ്ടം വരുത്തി, എന്തൊക്കെയാണ് ഇവിടെ വന്യമൃഗങ്ങൾ കൊണ്ട് ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു പറമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ബെന്നി. ഇവിടെ നിരന്തരമായിട്ട് കാട്ടാനകൾ ഇറങ്ങുന്നുണ്ടോ? എല്ലാ വർഷവും സീസൺ സമയത്ത് ഈ ചക്കയൊക്കെ ആകുന്ന സമയത്ത് നിരന്തരം വരും. മഴക്കാലമാകുമ്പോഴത്തേക്കും വരും. അങ്ങനെ ഒരു വർഷത്തിൽ 3-4 തവണ വരിക, കൃഷി നശിപ്പിക്കുക. വാഴ, ഏത്തവാഴകൾ, കവുങ്ങ്, തെങ്ങ് ഇതെല്ലാം സ്ഥിരമായി നശിപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ അടുത്ത് വന്നിരുന്നുണ്ടോ? ഈ കഴിഞ്ഞ 15-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെയുള്ള ഡേറ്റുകളിൽ നിരന്തരം ആനയുടെ ശല്യമായിരുന്നു. ഈ പറമ്പിൽ തന്നെ ഏകദേശം ഒരു 100ഓളം കവുങ്ങുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കാപ്പി നടന്ന് ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത പ്രദേശങ്ങളെല്ലാം പോയി നോക്കിയാൽ നമുക്ക് സങ്കടം വരും. കർഷകരെ സംബന്ധിച്ച് ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ ഈ പ്രദേശം അനുഭവിക്കുന്നത്. എത്രത്തോളം കളഞ്ഞിട്ടുണ്ടല്ലേ? ആ, ഉണ്ട്. ഞാൻ പറമ്പൊന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു പറമ്പിലേക്കാണ് പോകുന്നത്. വളരെ ഭീകരമാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പറമ്പിലെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഒത്തിരി കവുങ്ങുകൾ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നിൽക്കാൻ നോക്കിയാൽ ഈ പറമ്പ് എത്ര രൂപയ്ക്കാ? എങ്ങനെ അടയ്ക്കാൻ? കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം 1 ലക്ഷം രൂപയ്ക്കാണ് ഇത് പാട്ടം കൊടുത്തത്. 2 ലക്ഷം രൂപ കിട്ടും. അതായത് ഉടമയ്ക്ക് വന്ന് കിട്ടുമ്പോൾ അതിന് പണിക്കൂലിയും മറ്റു ചെലവുകളും ലാഭമെല്ലാം കൂടി 2 ലക്ഷം രൂപേന്റെ അടയ്ക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം അവസാനം കൊടുത്തത് വെറും 50,000 രൂപയ്ക്കാണ്. 50,000 പകുതി പൈസക്ക്. ഈ വർഷം അവർ ചോദിക്കുന്നത്, അവരിപ്പം കഴിഞ്ഞിടയ്ക്ക് വന്നിട്ട് കഴിഞ്ഞ വർഷത്തെ കേടും എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇപ്പൊ ആന ചവിട്ടി കണ്ടു കഴിഞ്ഞ് അത് പറഞ്ഞ് ഒരു 20,000 രൂപ തരാം. ഉണ്ടാവുമെന്ന് പറയാൻ പറ്റിയല്ല. അല്ലെ പിന്നെ സീസൺ ആകുമ്പോഴത്തേക്കും അടയ്ക്ക ഉണ്ടായിട്ട് ഉണ്ടെങ്കിൽ അന്നേരം നോക്കിയിട്ട് അന്നേരം എടുക്കാം. ആ രീതിയിലാണ് അവസ്ഥയുള്ളത്. കാപ്പി തന്നെ കഴിഞ്ഞ വർഷം 1.25 ലക്ഷത്തിന് കൊടുത്ത കാപ്പിയാണ് ഈ വർഷം ഇപ്പം കൊടുത്തത് 60,000 രൂപയ്ക്ക് കൊടുത്തത്. അതായത് കാപ്പി തൈകൾ കുറെ ഞാൻ അവിടെ കാണിച്ചില്ലേ, കുരങ്ങ് കളയുന്നു, കാപ്പി ഒടിച്ചു കളയുന്നു. പാട്ടെടുത്തിട്ട് പോയി കഴിയുമ്പോൾ പിറ്റേ ദിവസം തൊട്ട് ഇവരാ വിളവെടുപ്പ്. പാട്ടെടുക്കുന്നതിനല്ല വിളവെടുക്കുന്നത്. ബാക്കിയുള്ളതേ ഇവന് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ രീതിയിലാണ് കാര്യങ്ങളുള്ളത്. പാട്ടെടുക്കുന്നത് അതാണ് അത്രയും ഇത് പോയി. നശിച്ചു പോയില്ല. ഇതെല്ലാം ഇങ്ങനെ കഴിഞ്ഞ വർഷം വന്ന തകർത്താണ് ഈ ഇല്ലിക്കൂട്ടെല്ലാം ഇങ്ങനെ പിടിച്ചു പറിച്ച്. ഈ പറമ്പുകളെല്ലാം സ്ഥിരം ആനശല്യമുള്ള ഏരിയ. ആളുകൾ താമസം ഇതെല്ലാം കഴിഞ്ഞ ദിവസം വന്ന് തകർത്ത് പോയതാ. ആ പര ഇതെല്ലാം ഇവിടെ ഉണ്ട്. കവുങ്ങൊക്കെ അടിച്ച് പറിച്ചിട്ടിരിക്കുന്നതാണ്. ആനയുടെ ശല്യം മാത്രമല്ല നമുക്കുള്ളത്, നമുക്ക് മാനിന്റെ ശല്യമുണ്ട്. ഇത് മറ്റേതല്ലേ? ഇത് മലയെണ്ണ കാണിച്ചു കേട്ടോ. തേങ്ങ ഉച്ച തേങ്ങ കേട്ടോ.
അതുപോലെ മാൻ്റെ ശല്യം ഭയങ്കര ഒരു സാധനം കിട്ടിയല്ല മാൻ രാത്രി ആയി കഴിഞ്ഞാൽ ചെറിയ ഇതാണ് ഇതല്ലേ ചവിട്ടി പറിച്ചിട്ടിരിക്കുന്നത് ഇതല്ലേ ഇതെല്ലാം പറഞ്ഞ് കാപ്പിയൊക്കെ ഇടിച്ച് പറിച്ച് പോകുന്നുണ്ട്. ഇനി അങ്ങോട്ടാണ് അപ്പുറത്തെ മേളെയാണ് കവുങ്ങൾ ചൂടെ മറിച്ചിട്ടിരിക്കുന്നത്. ആ പ്രദേശത്തെ കവുങ്ങളെല്ലാം തീർന്ന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ കാലിയായില്ലേ. അടുപ്പിച്ചടുപ്പിച്ച് കവുങ്ങ് നിന്ന പ്രദേശമാണ്. ഇപ്പോൾ കവുങ്ങ് കാണാനില്ല കേട്ടോ. അവിടെ എവിടെയും കവുങ്ങൊക്കെ ഉള്ളിൽ മാറ്റി. ഭീകരമാണ് അവസ്ഥ. ഇതാണ് അവസ്ഥ. എൻ്റെ പരിപാടി അല്ലേ. ഓ ഇത് പന്നി അത് അല്ല അത് പന്നി, ഇത് അത് മുള്ളം പന്നി, ഇത് മലയണ്ണാൻ, കുരങ്ങ്. മലയണ്ണാൻ, ഇത് മലയണ്ണാൻ, ഇത് മുള്ളം പന്നി. കുരങ്ങ് ഏതായിരുന്നു ഇതല്ലേ? ഇത് ഉണക്കത്തേങ്ങ ഇട്ടേക്കുന്നത് കുരങ്ങ്. എല്ലാ ജീവികളും മത്സരിച്ചാട്ടോ. ഇത് ആന കുത്തിയതാ. ഇത് ഈ തെങ്ങയില് അത് ആന കുത്തിയത്. വാടുണ്ടോ? അതെ തെങ്ങ് മറിക്കാൻ നോക്കി കേട്ടോ. ഇത് ഉണ്ടോ? ഇത് മറിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഇതാണ്. പക്ഷെ തെങ്ങിൻ്റെ ഈ തേങ്ങ എന്തോരം ഉളമ്പന്നി മറ്റു വീടുകളും പൊളിച്ചിട്ടിരിക്കുന്നത് അത് വേറെ ഒരു ശല്യം. അതുപോലെ തന്നെ ഇത് ഈ പറമ്പിൽ കണ്ട ഒരു പഴയ കെട്ടിടമാണ്. ഇതും കാട്ടാന കുത്തി പൊളിച്ചതെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇവിടുന്ന് മതിൽ ആന പൊളിച്ചിട്ടേക്കുന്നതാണ്. എന്താണ് ഈ പ്ലാവിലൊക്കെ കുത്തുന്നില്ലേ? അതായി കുത്തിയ പാട് കാണാം. ചക്ക പറിക്കാൻ വേണ്ടി. ഇത് എവിടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇതാന? ആ സൈഡ് ഇതിന്റെ മരം മൊത്തം ഇവിടുന്ന് പറഞ്ഞ ഇത് വലിയൊരു വേർച്ച ഏരിയ അല്ലേ. വൈത്തിരി മറ്റേ വയനാട് ചുരം തൊട്ട് നിങ്ങൾ കുറ്റാടി ചുരം വരെയുള്ള ഒറ്റ ഫോറസ്റ്റ് ഏരിയ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കും ആന. പിന്നെ ഇത് ഇവിടുന്ന് തന്നെ നേരെ പോയി തെരുവോട് അങ്ങ് ഭാഗത്തേക്ക് പോകും. അല്ല ഇതെല്ലാം കഴിഞ്ഞ ദിവസം ചെയ്ത വിക്രയങ്ങളാണ്. ഇതൊക്കെ പുതിയല്ലേ? ഇതെല്ലാം ഇപ്പം ഈ കൂടെ ചെയ്താ കണ്ടില്ലേ? പിന്നെ അങ്ങേ വശം തീർന്ന അങ്ങേ വശത്ത് ഈ വശം പോകാനില്ലായിരുന്നു. ആ സൈഡ് തീർന്ന അടുത്തത് ഇവിടെ എന്തോരാ പൊട്ടിച്ചിട്ടേക്കോ. അതാ ഇവിടെ അടുത്തത് നടക്കുന്നുണ്ടോ? പുതിയ കവുങ്ങുകളാണ് ഇതെല്ലാം. ഉണ്ടോ? പൊട്ടിച്ചതിൻ്റെ ഉള്ളിലെ ചോറ് തിന്നുമല്ലേ? ചോറൊന്നും കിട്ടലില്ല. ഇതൊക്കെ ഒരു കലിക്ക് ഈ പടക്കമൊക്കെ പഠിക്കുമ്പോൾ കുറച്ചു നേരം പിടിക്കാൻ പറ്റുമ്പോൾ പടക്കം അതിൻ്റെ ശേഷം എന്തെങ്കിലും കിട്ടുമെന്ന് പറയാൻ വേണ്ടി ചവിട്ടി പൊളിക്കുന്നു. ഒന്നും കിട്ടിയാല ഓലയൊന്നും തൊടുന്നില്ല. ഒരു സാധനം ഇത് എടുക്കുന്നില്ലെന്നേ. ഇത് ചവിട്ടി നശിപ്പിച്ച് കളിയാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതും പൊളിച്ചല്ലേ? പിന്നെ അതെല്ലാം ഉണ്ടല്ലേ കിടക്കുന്നത് അങ്ങോട്ട്. കാപ്പികൾ ഇത് വീണ് കാപ്പി ഒടിഞ്ഞു. കയ്യാലകൾ പുറത്തോട്ടാലും ഒടിച്ചിരുന്നേ. കയ്യാലകൾ എല്ലാം ചവിട്ടി എങ്ങനെ പോയാലും തൊട്ടാ ഒന്നൊന്നല്ലല്ലോ. ഒന്നല്ല, ഇത് കൂട്ടാന്നേ അല്ലേ? കഴിഞ്ഞ ദിവസം വന്ന് 8 എണ്ണം കണ്ടോ. 8 എണ്ണോ? നിങ്ങൾ അറിയോ ഇത് വരുന്നേ? ഇവിടെ തൊട്ടടുത്ത് താമസക്കാരുണ്ടല്ലേ? തൊട്ടടുത്ത് വീടാ. അവരറിയും. ഒടിക്കുന്ന കേൾക്കുമ്പോൾ അറിയൂല. അവര് ഫോറസ്റ്റുകാരെ വിളിക്കും. അവരൊന്ന് വരും. ഇവിടെ അടുത്ത് തന്നെ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ. അവിടെ കുറ്റാമരുണ്ട്. എന്താ പിടിച്ചു പറിച്ചിട്ടിരിക്കുന്നത്? കിടക്കും ഇതിൻ്റെ ഇടയ്ക്കോടെ. കാപ്പി ഒടിച്ചല്ലേ? കാപ്പിയെല്ലാം ഇതിലേ നടന്ന് ഒടിച്ചാ. ഇതെല്ലാം നടന്നിട്ട് നടക്കുന്ന വഴിക്ക് കളയുന്നതല്ല. കാപ്പിയുടെ പുറത്തോട്ട് അടിക്കുമ്പോൾ കാപ്പി ഒടിക്കുന്നു. പിന്നെ ആന നടന്നു പോകുമ്പോൾ ഒടിക്കും. തിങ്ങി ഒടിക്കും. ഇതെല്ലാം കണ്ടില്ലേ? ഇതിന്റെ മുകളിലേക്ക് തന്നെ ഫോറസ്റ്റ് ആണോ? ഫോറസ്റ്റ്. ഫെൻസിങ് ഒന്നും ഇല്ലല്ലേ? ഇല്ല, ഫെൻസിങ് മുകളിലുണ്ട്. പക്ഷെ അതെല്ലാം കാലഹരണപ്പെട്ട് പോയി. ഇപ്പം പുതിയതായിട്ട് MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ വകയിരുത്തിരുന്ന് പറഞ്ഞിട്ട് 1 വർഷമായി. ഇതുവരെ അതിന് ഒരു പ്രവർത്തനവും തുടങ്ങിയിട്ടില്ല. തൂക്ക് ഫെൻസിങ് ചെയ്യാന്ന് പറഞ്ഞാണ് ഫണ്ട് വകയിരുത്തിയത്. പാർക്കിൽ വാഗ്ദാനം മാത്രമേ ഉള്ളൂ. ഫ്ലക്സ് ബോർഡുകളുണ്ട്. പക്ഷെ
സംഗതി വരുന്നില്ല. എക്സ്പോർട്ടിന് കുറവൊന്നുമില്ല. അതെല്ലാം കഴിഞ്ഞ മഴക്കാലത്ത് ഒന്ന് ഒടിച്ചിട്ടാ. ഇതെല്ലാം ഇപ്പോഴത്തെയാ. വരുമ്പത്തേക്ക് ഏകദേശം തീരൂല. കണ്ടോ ഇതെല്ലാം ഇപ്പൊ ഈ അടുത്ത് ചെയ്താ. പഴയത് കാണുന്ന കഴിഞ്ഞ വർഷത്തെ പരിപാടി മഴക്കാലത്ത്. അവിടെ കിടക്കുന്നു. അങ്ങോട്ട് നോക്കിയാൽ ഇതേ ഉള്ളൂ കേട്ടോ. അടുത്ത് ഇവിടെ ഓട്ടിച്ച് ഫെൻസിങ് വരുമ്പോഴത്തേക്ക് ഏകദേശം പറമ്പ് കൊടുക്കൂല്ലേ? പിന്നെ അതിപ്പം ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള കവുങ്ങായിരിക്കും? ഈ കവുങ്ങളാ? ഈ കവുങ്ങൾ 10-30 വർഷം പഴക്കമുണ്ട് അല്ലേ? 10-30 വർഷമുള്ള പഴക്കമുള്ള കവുങ്ങൾ ഇതാ ഇവിടെയൊക്കെ നിറഞ്ഞു നിന്നായിരുന്നു അതേപോലെ. പക്ഷെ ഇതൊന്നുമില്ല, ഇവിടെ ഒന്നും ഇനി കാണാനില്ല. പല സ്ഥലങ്ങളിലുണ്ട്, പല സ്ഥലങ്ങളിലും ഇല്ല. അങ്ങനെയൊക്കെയാണ്. ഇവിടെ പൊതുവെ കേട് കുറവുള്ള സ്ഥലം. പോയതല്ല ഒരു ആനയല്ലേ? ഇതിൽ ഇറങ്ങി നമുക്ക് അങ്ങോട്ട് പോകാം. ഇതൊക്കെ അതാണ് അവിടെ ഉണ്ട്. ആ നിരപ്പിൽ വേറെ കുരങ്ങിൻ്റെ നിൽക്കുന്നില്ലേ? ആ നിൽക്കുന്ന പോലെ നിൽക്കേണ്ട കാപ്പികളാണ് ഇവിടെ മൊത്തം. ഇതെല്ലാം കഴിഞ്ഞ ഈ സീസണിലൊക്കെ ആയിട്ട് കുരങ്ങ് വന്ന് ഇതിന് തല ഇങ്ങനെ ഒടിക്കും. വെറുതെ വട്ടം ഒടിച്ചിട്ട് ചീന്തി കളയും രണ്ടായിട്ട്. ഇവിടെ ഈ കുറ്റി കാപ്പികളെല്ലാം അങ്ങനെ ഇത് കണ്ടോ? ഈ കാപ്പികൾ മൊത്തം അങ്ങനെ പോയതാ. മാനും കുരങ്ങുകളും നശിപ്പിച്ച് കളഞ്ഞതാണ് ഈ കാപ്പികൾ. ഇങ്ങനെ വളരാൻ വിടുന്നില്ല. അതേപോലെ നിൽക്കേണ്ട കാപ്പികളാ. അതെല്ലാം ഒടിച്ച് പറിച്ച് എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുകയാണ് കുരങ്ങ്. കാപ്പിന്റെ സീസൺ ആയി കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ കാപ്പിക്കുരു കംപ്ലീറ്റ് പറിച്ച് ഒടിച്ച് കളയും. ഈ രീതിയിലാണ് കാപ്പി തയ്യല്ലേ. അതേപോലെ കണ്ട കാപ്പി തയ്യ ഒന്നിച്ച് വെച്ചാ 2 വർഷമായിട്ട്. 2 വർഷമായ കാപ്പി തയ്യ. നല്ല അടിപൊളിയായിട്ട് കയറി വന്ന കാപ്പി തയ്യ. 2 വർഷം അത്ര കായായി. കറക്റ്റ് 2 വർഷമായിട്ടുള്ളു. ഈ മഴക്കാലം വരുമ്പോൾ 2 വർഷമാകും. പക്ഷെ ഇതുണ്ടോ ഒടിച്ച് ഇതുണ്ടോ ഈ രീതിയിലാക്കി കളയല്ല. ഇതെല്ലാം സ്ഥിരം മാനിന്റെ സഞ്ചാരപാത കേട്ടോ. അങ്ങനെ വഴി വഴി ഇവര് മാനിങ്ങനെ ഇറങ്ങിയിട്ട് എങ്ങോട്ടാ പോകുന്നത്? മാൻ ഇവിടെ ഇറങ്ങി ഇതിനകത്ത് കൂടി എല്ലാം എന്തൊക്കെ കടിക്കാൻ പറ്റുമോ അതെല്ലാം കടിക്കും. ഡാം വരെ പോകുന്നുണ്ടാവും അല്ലേ? എന്താ ഡാമിന്റെ അവിടെ? എല്ലാ സ്ഥലത്തും ഈ ഏരിയ മൊത്തം കറങ്ങും. അതിന് എല്ലാ സ്ഥലത്തും മാനാ. ഇവിടെ ഈ ഒരു ഏരിയ ഇവിടെ നിന്ന് മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ടല്ലേ. അത് നമ്മളെ ഒരു പേടിയില്ല. രാത്രിയൊക്കെ അപ്പുറത്തെ റോഡിൽ കൂടിയൊക്കെ വരും. അങ്ങനെ ഇത് കഴിഞ്ഞ കൊല്ലത്തെ പണി, അത് ഇക്കൊല്ലത്തെ പണി. എന്താ ഇത് കഴിഞ്ഞ വർഷത്തെ പണി, ഇത് ഇപ്പോഴത്തെ പണി. അതും കായ്ക്കുന്നുണ്ടല്ലേ? എന്തോ ഒടിച്ചതാണേലും കായ്ക്കുന്നുണ്ടല്ലേ? അല്ല അത് ഒടിഞ്ഞു. അത് കായ്ക്കുന്ന ഇനി അത് പിടിക്കാലോ. ഞാൻ ആനയാന്ന് ഉറപ്പ് വരുത്തണം. ഇത് ആനപ്പിണ്ടോ കൂടിയുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും മറിക്കുകയല്ലേ. എല്ലാവർക്കും തെളിവാണല്ലോ. തെളിവാണല്ലോ. ആന തന്നെയാണോ? ചെറുതും വലുതും എല്ലാ ടൈപ്പും ഉണ്ട്. ഇതിപ്പോ ഒരു 2-3 ദിവസം ആയതാന്ന് തോന്നുന്നു. അതെ, അതാ പറഞ്ഞ 20-ാം തീയതി വരെ ഉണ്ടായിരുന്നു.
ഇത്രയേ ഉള്ളൂ ഇത്. വെറുതെ നേരെ സാധനം എന്തിനു മറിച്ചാന്ന് അറിയത്തില്ല. ഒന്നും ചെയ്തിട്ടില്ലല്ലേ, പൊട്ടിച്ചിട്ടും ഇല്ലല്ലേ? ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ തള്ളിയിട്ട്. ഏലച്ചോടൊക്കെ ചവിട്ടി ഒടിച്ച് പറിച്ച് കളഞ്ഞ്. ഏലച്ചോടെ ഏലം ഇവിടെ കുറേ ഏലം നിന്ന കേട്ടോ, കംപ്ലീറ്റ് ഏലം നിന്ന ഒരു പ്രദേശമാണ്. ഇതേപോലെ നിന്നാണ്, പക്ഷെ ഇവിടെയൊക്കെ പറിച്ച് കളഞ്ഞതിൻ്റെ കുറ്റികളും ദഹാനപ്പുണ്ടോ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഏലക്കയും തിന്നുന്നുണ്ട്. ഏലം ചവിട്ടിപ്പറിച്ച് കളയുമല്ലോ, വെറുതെ പറിച്ച് കളയുക, വേറെ കാര്യമൊന്നുമില്ല. കേട്ടോ, ഒന്നും തിന്നുന്നില്ല, ചവിട്ടി ഒടിച്ച് കളയുന്നു. വാഴ കളയുന്നു എല്ലാം. വാഴ ഒറ്റ വാഴയില്ല, ഇവിടുത്തെ നിറച്ച് ഇപ്പോൾ വാഴയില്ല. വാഴ തിന്നല്ലേ? പുള്ളി സ്ഥലം എടുത്ത ഉടനെ ഒരു 200 ഏത്തവാഴ വിത്ത് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് വെച്ച് മാത്രമേ പുള്ളിക്ക് ഓർമ്മയുള്ളൂ. അത് മുളച്ച് വന്നപ്പോൾ തന്നെ മാനായി, കുരങ്ങായി, അവസാനം ആയപ്പോഴത്തേക്കും ആനയും കൂടി വന്ന് അതായത് ആ കൃഷി നിർത്തി. അതിൽപ്പെട്ട ഒരു വാഴ, ഇത് റോസ്റ്റ് വാഴയായിരുന്നു. ഇതിന് ഒരു കൊല കിട്ടി പുള്ളി 100 വിത്ത് വെച്ചിട്ട്. 100 എണ്ണം വെച്ചിട്ട് ഒരെണ്ണം കിട്ടി. അതാണ് അവസ്ഥ. ഇങ്ങനെ നമ്മളിപ്പോൾ ഏതായാലും ഈ ഒരു പ്രദേശം മുഴുവനായി പോയി കണ്ടു. ആ ഒരു പറമ്പിൽ ആന കാട്ടാനകൾ ഇറങ്ങി കാട്ടിക്കൂട്ടിയിരിക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. വളരെ ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് കവുങ്ങ് ഈ പറമ്പിൽ നിന്ന് പോയിട്ടുണ്ട്. ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ 1 ലക്ഷം രൂപയ്ക്കൊക്കെ പാട്ടത്തിന് കൊടുത്തുകൊണ്ടിരുന്ന കവുങ്ങുന്തോട്ടമൊക്കെ ഇപ്പോൾ 25,000 രൂപയ്ക്കാണ് ആളുകൾ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം അവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നല്ലൊരു ശതമാനം കവുങ്ങ് അവർക്ക് പോയി കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഓരോ പ്രദേശത്തെയും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇതിലും ഭീകരമൊക്കെ തന്നെയാണ്. ഏതായാലും അങ്ങനെയുള്ളൊരു ഭീകരാവസ്ഥയുടെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. ഏതായാലും വളരെ ഭീകരമാണ്. നമ്മൾ ആ പറമ്പൊക്കെ കണ്ടു. പ്രത്യേകിച്ച് മലയണ്ണാൻ, കുരങ്ങ്, മുള്ളംപന്നിയൊക്കെ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ കണ്ടു. തെങ്ങിന് ഒരു രക്ഷയില്ല. തെങ്ങ് ആന മറിക്കുന്നു. ആന മറിക്കാൻ പറ്റിയില്ലെങ്കിൽ കുരങ്ങും മലയണ്ണാനും കൂടെ ചേർന്ന് തേങ്ങകളൊക്കെ നശിപ്പിക്കുന്നു. വീണ് നിലത്ത് കിടന്നു കഴിഞ്ഞാൽ അത് മുള്ളംപന്നിയും മറ്റുമൊക്കെ നശിപ്പിക്കുന്നു. കാട്ടുപന്നി കുത്തിക്കളയുന്നു. മാനൊക്കെ വന്നിട്ട് ഈ കാപ്പിയുടെ തൊലി സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നു. കുരങ്ങ് കാപ്പി കുരു കളയുന്നു. ആന കവുങ്ങൊടിച്ച് കാപ്പിയുടെ പുറത്തേക്ക് ഇടുന്നു, കാപ്പി ഒടിഞ്ഞു പോകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള കർഷകർ പോകുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.